അപ്പം ഇനി നമുക്കൊരു തുള്ളി വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 2 മുട്ട വെച്ചിട്ടപ്പോൾ നമ്മൾ ഇത് ഇളക്കിയിട്ട് വേറെ ഇതിൽ വെള്ളമൊന്നും കൂട്ടരുത് കേട്ടോ. എന്നാലാണ് നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ളൊരു മധുരത്തിൻ്റെ ഒരു സാധനം കിട്ടുള്ളൂ കേട്ടോ. അടിപൊളിയാണ് ഇത് കേട്ടോ. വാനില എസൻസ് ഇല്ലാത്തൊരു ഏലക്കായ ചതച്ചിട്ടാൽ മതി കേട്ടോ. കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കടിയാണ് കേട്ടോ. ഈ ലെവൽ വേണം കേട്ടോ നമുക്കിത് എണ്ണ വെച്ചിട്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉപ്പൊക്കെ അല്ല മധുരം ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കണം. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം കേട്ടോ. കുറച്ച് എണ്ണ ഒഴിച്ചാൽ കൊടുക്കുക. നമുക്ക് കുറേശ്ശായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഒരു കേക്ക് നമ്മൾ പ്ലം കേക്കൊക്കെ കഴിക്കൂല, അതേക്കെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഉണ്ടാക്കുമ്പോൾ തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ 2 സാധനം ഉണ്ടാക്കി മധുരത്തിൻ്റെ കേട്ടോ. പഴംപൊരി ഉണ്ടാക്കി, ഇത് വെച്ചിട്ടുണ്ടാക്കി കേട്ടോ. അപ്പോൾ പഴംപൊരിനേക്കാളും നല്ല ഇഷ്ടപ്പെട്ടത് ഈ സാധനം കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു കഴിക്കുമ്പോൾ. നല്ല സോഫ്റ്റ് ഉണ്ട് കണ്ടോ. നല്ല സ്പോഞ്ച് പോലത്തെ ഇതുണ്ട്. അപ്പം ഞാൻ ബ്രെഡ് വെച്ചിട്ട് കുറച്ച് പൊക്കവടി ഉണ്ടാക്കി, എരിക്കനുസരിച്ചിട്ട് അതും ഉണ്ടാക്കിയിട്ടോ. എരിക്ക് വേണ്ടവർക്ക് അതുണ്ടാക്കി. അത് കുറച്ച് 5-6 ബ്രെഡ് കൊണ്ട് പൊടിച്ചെടുത്തു. അതിലേക്ക് കുറച്ച് പച്ചമുളകും ഉപ്പ്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഒരു സവാളൊക്കെ ചെറുതായി കൊത്തി എരിഞ്ഞിട്ട്, കളറൊന്നും കൂട്ടിയിട്ടില്ല. അതിലേക്ക് പച്ചമുളകും മാത്രമേ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് അത് നമ്മൾ ഒരു സ്പൂണ് അരിപ്പൊടിയും കൂട്ടിയിട്ട് പൊക്കവടയായി. ബ്രെഡ് പൊക്കവട അടിപൊളിയായിരുന്നു കേട്ടോ. കുറച്ച് കറിവേപ്പിലും മല്ലിച്ചപ്പ് അരിഞ്ഞിട്ട്. അപ്പോൾ ഇന്നലെ അതും ഉണ്ടാക്കിയിട്ട് എരിക്ക് വേണ്ടവർക്ക് എരിവുള്ള ബ്രെഡ് വെച്ചിട്ട് നമ്മൾ അതും ഉണ്ടാക്കി. നല്ല ക്രിസ്പി ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിക്കുമ്പോൾ. അപ്പോൾ പിന്നെ നമ്മൾ ഇന്നലെ കുറച്ച് പഴംപൊരി ഉണ്ടാക്കിയതാണ് പഴം കേട്ടോ. പഴംപൊരി ഇന്നാണ് ഞങ്ങൾക്ക് നോമ്പ് കേട്ടോ. നിങ്ങൾക്ക് ഇന്ന് നോമ്പ്, നാട്ടിലൊക്കെ എന്നാണ് പറയാത്തില്ലേ, ഞങ്ങൾക്ക് ഇന്നാണ് നോമ്പ്. അപ്പോൾ ഇന്നിപ്പോൾ നോമ്പിന് നോമ്പറക്കുമ്പോൾ എന്തായാലും കാര്യമായിട്ടൊക്കെ വേണമല്ലോ. അപ്പോൾ ഞാൻ 3 തരം ഇന്നലെ ബറാത്തിന് ഉണ്ടാക്കി. എന്താ കാരണം വെച്ചാൽ ഇവിടെ നോമ്പ് തുറക്കുമ്പോൾ മെസ്സ് ഉണ്ടല്ലോ. അപ്പോൾ അവർക്കിപ്പോൾ നോമ്പ് തുറക്കാൻ അതാണ് ഇത്ര കൂടുതൽ ഉണ്ടാക്കുന്നത് കേട്ടോ. 3 തരം നാട്ടിലൊക്കെ എന്നാണല്ലോ ബറാത്ത്. അപ്പോൾ ഇന്നൊക്കെ നിങ്ങൾക്ക് എന്ത് ചീർണിച്ചാൽ ഒന്ന് കമൻറ്റിലൊന്ന് അറിയിക്കോളൂ കേട്ടോ. കടയിലുള്ളവർക്ക് കടയിലുള്ളവർക്ക് കൊടുക്കണം. 6 ആൾക്കുള്ള കടി കൊടുക്കണം. പഴംപൊരിയൊക്കെ അവർക്ക് കൊടുക്കും. അതാണ് കൂടുതൽ പഴം പൊരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ